ശ്രീമതി, എന്താ ഈ രാമായണ മാസം? എന്താ ഈ മാസത്തിൽ ആരും നോൺ വെജ് കഴിക്കാത്തത്? അതെന്താ അറിയാം മോളെ, ശവക്കറി എന്ന് പറയണത്, ശവക്കറി കഴിക്കുമ്പോൾ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മലമാണ്. ഈ ഒരു ടേസ്റ്റിന് അടിമയായിട്ടുള്ള മനുഷ്യൻ ഈ ശവക്കറി തിന്നുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള പൂർവ്വ ജന്മജന്മ സംസ്കാരങ്ങളായിട്ടുള്ള കുസംസ്കാരങ്ങൾ, ആസുരിക ലക്ഷണങ്ങൾ, മൃഗീയ വാസനകൾ, നമ്മളൊക്കെ മൃഗങ്ങളായിട്ട് ക്രൂര മൃഗങ്ങളായിട്ടൊക്കെ ജന്മം എടുത്തിട്ടുണ്ട്. മനുഷ്യ ശരീരം ധരിച്ചിട്ട് ഈ മൃഗീയ വാസനകളിലൂടെ ഒരുപാട് ക്രൂരമായിട്ടുള്ള ചര്യകൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഉറങ്ങിക്കിടക്കുന്ന ഈ മൃഗീയ വാസനകളെ, ദുർഗുണങ്ങളെ, അവലക്ഷണങ്ങളെയൊക്കെ തട്ടി ഉണർത്തുന്ന ഫുഡാണ് ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ്. പക്ഷേ ഈ ടേസ്റ്റിന് അടിമയായിട്ടുള്ള മനുഷ്യനോട് ജീവഹിംസ മഹാപാപാണ്, ഒരു ജീവിയെ കൊന്നു തിന്നരുത്, ധർമ്മത്തെ രക്ഷിച്ചെങ്കിൽ മാത്രമേ ആ ധർമ്മത്താൽ നീ രക്ഷിക്കപ്പെടുകയുള്ളൂ. ഒരു ജീവിയെ കൊന്നു തിന്നാതിരിക്കുന്നതിലൂടെ നീ പ്രകൃതിയെയും കൂടിയാണ് രക്ഷിക്കുന്നത്, അതിലൂടെ നിന്റെ ആരോഗ്യമാണ് സമ്പൂർണ്ണമായിട്ട് നിനക്ക് ലഭിക്കണമെന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ ഈ ഒരു രാമായണ മാസം എന്നുള്ള ഈ കർക്കിടക മാസത്തിൽ എപ്പോഴും ചഞ്ഞം പിന്നെ മഴ പെയ്തുകൊണ്ടേയിരിക്കും, സൂര്യനെ കാണില്ല. നമ്മളുടെ ഉള്ളിൽ ഈ ഒരു ഡൈജഷൻ പ്രോസസ്സിനെ അത് ദിവ്യമായിട്ട് ചെയ്യുന്ന ആ ഒരു അഗ്നിയുടെ പ്രജ്വലനത്തിന് പോലും വളരെ സ്ലോ ആയിട്ടേ നടക്കുള്ളൂ. അപ്പൊ ഈ സമയത്തെങ്കിലും ഈ ഒരു ശവക്കറി തിന്നാതിരിക്കുമ്പോൾ, ഒരു ശവക്കറി ഒരു കഷ്ണം മാംസത്തെ ദഹിപ്പിക്കാൻ 36 മണിക്കൂർ വേണം. അപ്പൊ ഈ സമയത്ത് അത് തിന്നു കഴിഞ്ഞാൽ അത് ആരോഗ്യത്തെ ബാധിക്കും. അപ്പൊ അങ്ങനെ ഈ ഒരു സമയം അത് നിർത്തുമെന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യൻ, മനസ്സുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇതൊക്കെ തിന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മാസങ്ങളിലും ഇതൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. അപ്പൊ ഈ ഒരു സമയത്ത് പ്രകൃതിയും കൂടി അനുകൂലിക്കുകയാണ്. നമുക്ക് ആ ഡൈജഷന് ബുദ്ധിമുട്ട് വന്നിട്ട് നമുക്കത് നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ആരോഗ്യം ശരിയല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ബാധിക്കും, നമ്മുടെ ജീവിതത്തെ ബാധിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നിർത്തുമെന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യൻ 21 ദിവസം ദിവ്യമായിട്ടുള്ള ഒരു ജീവന വിധാനം ശീലിക്കുമ്പോൾ, 21 ദിവസം അതിൻ്റെ സത്യങ്ങളെ അറിഞ്ഞുകൊണ്ട്, അതേ ശരിയാണല്ലോ, ഈ ഒരു പാപാഹാരം തിന്നുന്നതിലൂടെ ഒരു ജീവി കൊല്ലുമ്പോൾ അത് എത്രയോ വേദന അനുഭവിക്കുന്നുണ്ട്, പ്രാണസങ്കടം, അതിൻ്റെ ആത്മഘോഷ ശാപമൊക്കെ ഉണ്ട്. ആ ഒരു സ്വഭാവത്തോടു കൂടിയ നെഗറ്റീവ് വൈബ്രേഷനുള്ളൊരു ഫുഡ് തിന്നൽ നിർത്തിയത് കൊണ്ട് എൻ്റെ മനസ്സും എൻ്റെ ആലോചനയും എൻ്റെ വാക്കും പ്രവൃത്തിയും എൻ്റെ ശരീരവും ആരോഗ്യം കാഴ്ചപ്പാടിലൊക്കെ ഒരു ദിവ്യമായിട്ടുള്ളൊരു മാറ്റം വന്നത് 21 ദിവസം കൊണ്ട് ഒരു മനുഷ്യൻ ഗ്രഹിക്കും. എപ്പോഴാണ് പവിത്രമായ തിരിച്ചറിവോടുകൂടി ഈ ഗ്രാഹ്യം എന്നുള്ളത് ത്രികരണശുദ്ധിയോടുകൂടി ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നത്? പിന്നെ 21 ദിവസം ആചരിച്ചു കഴിഞ്ഞാൽ, ഈ രാമായണ മാസം, ഈ കർക്കിടക മാസം ആചരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യന് തിന്നാൻ തോന്നില്ല. എന്താ വെച്ചാൽ അവനത് ഗ്രഹിച്ച എക്സ്പീരിയൻസ് നേടി. പക്ഷെ ഇതൊന്നും മനസ്സിലാവാത്ത ബുദ്ധി അശുദ്ധമായിട്ടുള്ള ഒരു മനുഷ്യന് ഇതൊന്നും മനസ്സിലാവുന്നേ ഇല്ല. അവനത് തിന്നന്നെ വേണം. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു മാസം മാത്രം ചിലവർ വഴിപാട് പോലെ നിർത്തണമെന്നേ ഉള്ളൂ. പക്ഷെ പരമപവിത്രമായിട്ടുള്ള ഈ സത്യത്തെ ഉൾക്കൊണ്ടിട്ട് ഈ മനസ്സുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ ദൈവിക ഗുണങ്ങളാൽ അലങ്കരിച്ച് ധർമ്മത്തെ രക്ഷിക്കുമ്പോൾ, അതായത് അഹിംസ എന്ന പരമധർമ്മത്താൽ ആ മനുഷ്യനും ഈ മനുഷ്യനാൽ പ്രകൃതിയും തൻ്റെ ആരോഗ്യവും സമസ്ത ജീവരാശിയും രക്ഷിക്കപ്പെടുമെന്ന ദിവ്യമായിട്ടുള്ള പവിത്രമായിട്ടുള്ള ഒരു നിയമമാണ് നമ്മളിലൂടെ ഇത് ആചരിപ്പിച്ചു കൊണ്ടുവന്നത്. പക്ഷേ മനുഷ്യന് രക്ഷപ്പെടാൻ യോഗമില്ല മോളെ, അനുഭവിക്കട്ടെ. അംഗീകരിക്കുന്നവൻ രക്ഷപ്പെടും. ഓക്കെ, മനസ്സിലായപ്പോ? താങ്ക് യു ശ്രീമതി.